നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഇനി നിങ്ങളുടെ കൺമുന്നിൽ. നിങ്ങളുടെ കുരുന്നുകൾക്ക് കളിച്ചു വളരാനും ചിരിച്ചുല്ലസിക്കാനുമുള്ള സ്നേഹക്കൂടാണ് വണ്ടർ ബീസ് ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് പൂക്കോട്ടുംപാടം. വാർത്തകളിലേക്ക്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് MCF സംവിധാനം ജനവാസ മേഖലയിലേക്ക് മാറ്റുന്നതിനെതിരെ പഞ്ചായത്ത് അംഗം രംഗത്ത്. കേടുനായർപ്പടിയിലേക്ക് MCF മാറ്റുന്നതിനെതിരെ 8ാം വാർഡ് മെമ്പർ P. ഗിരീഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനു വേണ്ടി കണ്ടെത്തിയ ഗോഡൌൺ കേളുനായർപ്പടിയിലെ ജനവാസ കേന്ദ്രത്തിലാണ്. പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. കേളുനായർപ്പടി അങ്ങാടിയോട് ചേർന്ന സ്ഥലം കൂടിയാണ് പുതുതായി കണ്ടെത്തിയ സ്ഥലമെന്നും ഗിരീഷ് കുമാർ പരാതിയിൽ പറഞ്ഞു. പ്രസ്തുത MCFന് സമീപത്തെ ജനങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ MCF മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും സംസ്കരിക്കുന്ന കേന്ദ്രം ഇപ്പോൾ നടത്തിപ്പോരുന്നത് വെടിവെച്ച പാറയിലാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ വെടിവെച്ച പാറയിൽ നിന്ന് അത് മാറ്റി സ്ഥാപിക്കേണ്ട സാഹചര്യമാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിനുണ്ടായിട്ടുള്ളത്. എന്നാൽ പുതിയതായിട്ട് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് കേളുനാർപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഒരു ഗോഡൗൺ ആണ്. ഈ ഗോഡൗണിൻ്റെ പരിസരത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ആയതിനാൽ ജനങ്ങൾക്ക് ആശങ്കയും അതുപോലെ തന്നെ ഭയവും നേരിടുന്ന ഈ സാഹചര്യത്തിൽ 20 വാർഡുകളിൽ നിന്നും സംസ്കരിക്കുന്ന അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും വേർതിരിക്കുന്ന MCF ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നതിൽ പൊതുജനങ്ങൾക്കും പരിസരവാസികൾക്കും ആശങ്ക നേരിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സംരംഭം ആളൊഴിഞ്ഞ ജനവാസമില്ലാത്ത ഏരിയയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സ്രാമ്പിക്കല്ല് 8ാം വാർഡിലെ വാർഡ് മെമ്പർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിനോട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.